എൻ്റെ മുറിയിലേക്ക് കയറുന്ന വഴി വള്ളംകുളത്ത്. ഞാനിപ്പോൾ വള്ളംകുളത്താണ് എൻ്റെ വീട്ടിൽ. കറണ്ടുണ്ടോ നോക്കട്ടെ. എൻ്റെ മുറി ഞാൻ വരുമ്പം മാത്രമേ തുറക്കാറുള്ളൂ. വർഷത്തിലൊരിക്കലോ വല്ലതും വെട്ടമൊക്കെ എവിടെയാണോ എന്തോ. ഓ തുറന്നു. ഇതായിരുന്നു എൻ്റെ മുറി, എൻ്റെ ബെഡ്റൂം. ഇപ്പം ഇതാകെ വൃത്തികേടാക്കി ഒക്കെ ഇട്ടിരിക്കുക. ഞാൻ വരുമ്പോൾ മാത്രം തുറക്കുന്ന എൻ്റെ മുടി, എൻ്റെ സ്റ്റഡി ടേബിൾ. അമ്മയ്ക്ക് വേറെ എങ്ങും കണ്ടില്ല, കൊണ്ട് അയ കെട്ടിയത് ബെഡ്ഷീറ്റാണ്. എൻ്റെ അലമാരി, എൻ്റെ ജനൽ. ദൈവമേ, എത്ര പ്രിയപ്പെട്ടതായിരുന്നു എൻ്റെ മുറി. തടി കൊണ്ടുള്ള ജനലൊക്കെ. ഇത് കണ്ടോ, ഇത് ഞങ്ങളുടെ വീടിൻ്റെ പുറത്തോട്ടുള്ള ഭാഗമാണ്. ഞാൻ വരുമ്പോൾ മാത്രം തുറക്കുന്ന ഒരു മുറിയായിപ്പോയി ഇപ്പോൾ. ഒട്ടിച്ചിരിക്കുന്ന മൈക്കൊക്കെ ഇളകി. എത്ര വർഷം പഴയ വീടാണെന്നറിയുമോ? ഉണ്ട് എൻ്റെ ബുക്സൊക്കെ ഇരിക്കുന്നൊക്കെ ഡിഗ്രി PG ഒക്കെ പഠിക്കുന്ന സമയത്തെ ബുക്കുകളാണ്. പുസ്തകങ്ങളെ, ബുക്കല്ല പുസ്തകങ്ങളെ. ഇതാണ് എൻ്റെ പഴയ ടേപ്പ് റെക്കോർഡ്, പാനസോണിക്കിൻ്റെ. അമ്മയോട്ട് എന്ത് വഴക്കുണ്ടാക്കാമെന്നറിയാമോ? പുതിയ പിള്ളേരൊന്നും ഇതുപോലത്തെ ടേപ്പ് റെക്കോർഡൊന്നും കണ്ടിട്ടേ ഉണ്ടാവില്ല. ഇപ്പോഴത്തെ കാസറ്റും ഒക്കെ പണ്ടത്തെ. പപ്പി, നീ കണ്ടിട്ടുണ്ടോടി എൻ്റെ ടേപ്പ് റെക്കോർഡൊക്കെ? ഇങ്ങനെയുള്ള ബാല്യം വല്ലതും നിനക്ക് ഉണ്ടോടി? എൻ്റെ അലമാരി, ഈ അലമാരി പണ്ട് ആര് തുറന്നാലും സൗണ്ട് പുറത്ത് വെച്ചായിരുന്നു. അതിനുള്ളൊരു സിസ്റ്റമൊക്കെ അതിന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കണ്ടോ, എൻ്റെ കുറേ പഴയ തുണികളൊക്കെയാണ്. പണ്ടത്തെ കുറേ തുണികൾ, പണ്ടത്തെ കുറേ ചുരിദാറുകൾ. നിങ്ങൾ ഞാനൊരു കാര്യം കാണിക്കാം. എൻ്റെ പട്ടുപാട എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള എൻ്റെ പണ്ടത്തെ പട്ടുപാട. ഞാനിത് സൂക്ഷിച്ചിങ്ങനെ വെച്ചേക്കുവാ. ഇത് ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എടുത്തതാണ്. ക്രീം കളറിൽ റെഡ് ബോർഡറുള്ള പട്ടുപാട. ഇത് മാത്രം ഞാൻ കളഞ്ഞിട്ടില്ല. പണ്ടത്തെയാണ്. ആലോചിച്ച് നോക്കണം എത്ര വർഷം പഴക്കം. എനിക്ക് 15 വയസ്സുള്ളപ്പോഴത്തെയാണ്. ഇപ്പം എനിക്ക് വയസ്സ് 43 എൻ്റെ പഴയ പട്ടുപാട. ഇങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇത് പപ്പിക്ക് എടുത്ത് കൊടുത്താണല്ലോ, അവൾക്ക് ഇതൊന്നും ഇഷ്ടമല്ല. എൻ്റെ ഇഷ്ടങ്ങളേ അല്ല അവളുടെ. എൻ്റെ ഒരു ഇഷ്ടങ്ങളും അവൾക്കില്ല. അവൾക്ക് ഇതുപോലത്തെ പട്ടുപാട ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തീരെ ഇഷ്ടമല്ല. ഇത് എൻ്റെ പഴയ ചുരിദാർ, പ്രീ ഡിഗ്രി കാലത്തെയാണ്. ഭയങ്കര ഇഷ്ടമാണ്. ഇത് ലൈറ്റ് പിങ്ക് കളറിലെ ചുരിദാർ ഭയങ്കര ഇഷ്ടമായ കാരണം ഞാൻ ഇത് അധികം ഇട്ടിട്ടേ ഇല്ല. ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കുവേ. അത്ര ഇഷ്ടമില്ലാത്തൊക്കെ ഇട്ട് നശിപ്പിച്ച് നാറാണക്കല്ല് പിടിപ്പിക്കും. പക്ഷേ ഒരുപാട് ഇഷ്ടമുള്ള സാധനങ്ങളെയൊക്കെ ഞാൻ എനിക്ക് ആസ്വദിക്കാനായിട്ട് ഇങ്ങനെ വെച്ചേക്കും. അതുപോലെ എൻ്റെ ഒരു പഴയ പട്ടുപാടയുടെ കാര്യവും ഈ ചുരിദാറിൻ്റെ കാര്യമൊക്കെ. എനിക്കൊന്നിത് അച്ഛൻ ഗൾഫിൽ നിന്ന് കൊണ്ടു തന്ന. ഞാൻ പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോഴത്തെയാണ്. എത്ര വർഷം പഴക്കമായതാണെന്ന് നോക്കി. എപ്പോഴും ഒരു കുഴപ്പമില്ല. ഇതൊക്കെ ഞാൻ എൻ്റെ ഓർമ്മശേഖരത്തിൽ ഇങ്ങനെ മാറ്റി വെച്ചിരിക്കുന്ന സാധനങ്ങളാണ്. ഇതിപ്പോൾ ഞാൻ പറയുമ്പോൾ എന്നെ എല്ലാവരും കളിയാക്കും. ഈ ഏതോ ഒരു പടത്തിനകത്ത് ഉർവശി കല്ല്, ഇതെൻ്റെ 1ാം വയസ്സിൽ പല്ല് തേച്ചത്, ഞാൻ പണ്ട് കല്ലെറിഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നെന്ന് പറഞ്ഞ പോലെ. ഇതൊക്കെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളല്ലേ. അതുപോലെ എൻ്റെ ഇഷ്ടങ്ങളാണ്. അതുപോലെ കുറേ സാധനങ്ങൾ പപ്പിയുടേത് കുഞ്ഞിലേ തൊട്ട്, അവൾ ജനിച്ച കാലം തൊട്ട് അവൾക്ക് ആദ്യമായിട്ട് വാങ്ങിച്ച കുട്ടിയെടുപ്പുണ്ടല്ലോ, ന്യൂ ബോൺ ബേബിക്ക് വാങ്ങിച്ച അങ്ങനെയുള്ള സാധനം, അവൾ ആദ്യമായിട്ട് വാങ്ങിച്ച ബ്രഷ്, അവൾക്ക് ആദ്യമായിട്ട് വാങ്ങിച്ച ഷൂവ്, ഇങ്ങനെയുള്ള കുറേ സാധനങ്ങൾ
എനിക്കൊന്ന് കുറേ ഒരു 5-6 വയസ്സ് വരെ ഉള്ളതൊക്കെ ഞാനിങ്ങനെ ഒരു 2-3 പെട്ടിക്കകത്ത് സൂക്ഷിച്ച് വിളിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഓരോ കിറുക്ക്. ഇതാണ് ഞാൻ ഡിഗ്രിക്ക് പഠിച്ചപ്പോഴത്തേൻ്റെ വെൽവെറ്റ് ചുരിദാർ. ഇപ്പോൾ കുറേ പിള്ളേർ വെൽവെറ്റ് ചുരിദാർ ഇട്ടുകൊണ്ട് നടക്കുന്നത്. ഇതൊക്കെ പണ്ടേ ഞാനൊക്കെ ട്രെൻഡാക്കി മാറ്റി വെച്ചിരുന്നത് വെൽവെറ്റ്. നോക്കിയേ, ഇപ്പോഴും ഇതിൻ്റെ വർക്കുകൾക്കൊന്നും ഒരു കുഴപ്പം വന്നിട്ടില്ല. എനിക്കൊന്ന് 2000 ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയത്ത് 2000 ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയത്ത് തിരുവല്ലയിൽ നിന്ന് വാങ്ങിയതായത്. ഇതിലൊന്നും ഒരു കുഴപ്പവും ഇന്ന് വരെ വന്നിട്ടില്ല. പക്ഷേ ഇന്നിപ്പോൾ വാങ്ങിക്കുന്ന തുണികളൊന്നും എനിക്ക് ലാസ്റ്റ് ചെയ്യുന്നില്ല, പെട്ടെന്ന് ചീത്തയായി പോകും. വെൽവെറ്റ് ഇതൊക്കെ ആ ഒരു ഇഷ്ടം കൊണ്ട് ഇങ്ങനെ. ഇത് പക്ഷേ ഈ വെൽവെറ്റിനെ ഞാൻ ഒരുപാട് ഇട്ടിട്ടുണ്ട്. അത് നല്ല സുഖം ഇടാൻ, നല്ല ഷേപ്പിലിരിക്കും. ഇതിട്ട് വേറൊരു ചുരിദാർ. കുറേ സാധനങ്ങളുണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള സാധനത്തിനുണ്ട് ഞാനിങ്ങനെ ഉപയോഗിക്കാതെ ഇങ്ങനെ വെച്ചേക്കും. ഒരുപാട് ഇഷ്ടമുള്ള സാധനങ്ങളെ അതിൻ്റെ ആ ഒരു ഭംഗി പോവാതെ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കും. ഇതും ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്ന കാലത്തെയാണ്. എൻ്റെ വർക്കുകൾക്കൊന്നും ഇപ്പോഴും ഒരു കുഴപ്പമൊന്നും. ഇച്ചിരി ഷെയ്ഡ്, അതിൻ്റെ കളറുകളൊക്കെ ഇച്ചിരി മാറിയിട്ടുണ്ട് ഈ വർക്കിൻ്റെയൊക്കെ. പക്ഷേ ഇതിൻ്റെ മെറ്റീരിയലൊന്നും ഇപ്പോഴും ഒന്നും ഇല്ല. എത്ര വർഷം പഴയതായി. ഇത് അംബ്രല്ല കട്ടാണ്. ലേറ്റസ്റ്റ് സ്റ്റൈലെല്ലാം നോക്കുമായിരുന്നു. എല്ലാം ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇതുപോലെ ഫാഷൻ. ഞാൻ തിരുവല്ലയിൽ ഒരു ഫാഷൻ അപ്പ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനമുണ്ട്, മർക്കാമ ബിൽഡിംഗ്, TK റോഡിൽ. അവിടെ ആയിരുന്നു എൻ്റെ ചുരിദാർ മുഴുവൻ തയ്ച്ചുകൊണ്ടിരുന്നത്. ഇതൊക്കെ റെഡിമെയ്ഡാണ്. ഇതൊക്കെ ഗൾഫിൽ നിന്നുള്ളതാണ്. ഇതൊക്കെ പിന്നെ ഫാഷൻ അപ്പിലെ സ്റ്റിച്ചിങ്. ഇത് നല്ല മെറ്റീരിയലായിരുന്നു. പരുമലക്കടവിൽ പണ്ടൊരു നിർമ്മല എന്നും പറഞ്ഞിട്ടൊരു ടെക്സ്റ്റൈൽസ് ഉണ്ടായിരുന്നു പരുമലക്കടവിൽ. അപ്പോൾ കോളേജിൽ നിന്ന് വരുന്ന സമയത്ത് ഞാനും എൻ്റെ ഫ്രണ്ട് ത്രിവേണി, ഞങ്ങൾ 2 പേരും കൂടെ ചേർത്തിട്ട് ഈ തുണി പോയി അവിടെ എടുത്തത്. അവൾ ഇതിൻ്റെ ബ്ലൂ കളറിലെടുത്തു, ഞാൻ ഈ ഗ്രീൻ കളർ എടുത്തു. വർഷം നോക്കണേ, ഇത് 2002 ഡിഗ്രി ഫൈനൽ ഇയർ പഠിക്കുന്ന സമയത്ത് 2002. ഈ തുണിക്ക് ഇത് ഒരുപാട് ഞാൻ ഈ ഡ്രസ്സ് ഇട്ട ഒത്തിരി ഒരുപാട് ഇട്ടാ. ഇത് ഫാഷനപ്പിലെ സ്റ്റിച്ചിങ്ങാണ്. നല്ല പെർഫെക്റ്റ് സ്റ്റിച്ചിങ്. ഇട്ട് തയ്ക്കുന്ന പോലെ തയ്ച്ചു തരും. എനിക്ക് ഫാഷനപ്പോ അല്ലെങ്കിൽ ലൗഡയിലോ തയ്ച്ചില്ലെങ്കിൽ ഇടാനേ പറ്റത്തില്ല. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം അവരാണ് എനിക്ക് ശരിയായിട്ട് തയ്ച്ചു തരുന്നത്. അന്നത്തെ ഫാഷനാണ് ഈ നെക്കൊക്കെ. ഇന്നിപ്പോൾ പിള്ളേരൊന്നും ഇങ്ങനത്തെ നെക്കൊന്നും ഇടത്തില്ല. പുതിയ ഈ കയ്യേലൊക്കെ കെട്ടൊക്കെ ഉള്ളത് ഏതെല്ലാം ഫാഷൻ ഞാൻ ട്രൈ ചെയ്യുമായിരുന്നു. ഈശ്വര, ഒക്കെ കാലം പോയി. ഇപ്പോൾ കിട്ടുന്ന ഏതേലും കൈ കിട്ടുന്ന ഏതോ തേക്കാൻ പോലും നിൽക്കത്തില്ല. ഇപ്പം എങ്ങനെ ചേഞ്ചായി പോകും ഒരു മനുഷ്യൻ്റെ ജീവിതമേ. സമയമില്ല, പിന്നെ മടി. ഇട്ട് തയ്ക്കുന്ന പോലെ എടുത്ത ചുരിദാർ ടോപ്പുകളൊക്കെ ഇതൊക്കെ ഇങ്ങനെ എടുക്കുമ്പോൾ പഴയ കുറേ വർഷത്തിലേക്ക് അതൊക്കെയായിരുന്നു നല്ല കാലം. ഇപ്പം പിന്നെ ഫുൾ തിരക്കാണ്. എന്തൊക്കെ കാര്യങ്ങളാണ്. തിരക്ക് മാറിയിട്ട് നേരെ. എൻ്റെ പഴയ ക്യാമറ ജീപ്പാസിൻ്റെ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇതായിരുന്നു എൻ്റെ ക്യാമറ. എത്ര മാറി. ഇപ്പോൾ ഇങ്ങനത്തെ ക്യാമറകൾ വല്ലതും ഉണ്ട്. ഞാനിതൊക്കെ പറയുമ്പോൾ പപ്പിക്ക് ഭയങ്കര വിശ്വാസക്കുറവാണ്. ഇതൊക്കെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞപ്പോൾ അവളിതൊന്നും വിശ്വസിക്കത്തില്ല. നമ്മൾ വിശ്വസിക്കാത്ത കാര്യം കാണിച്ചു കൊടുക്കണം കേട്ടോ. എൻ്റെ വാച്ച് ഇനിയുണ്ട്. വേറെ 2-3 വാച്ച് ഉണ്ടായിരുന്നു. അത് ഞാൻ കായംകുളത്ത് പോയി കൊടുത്തുകൊണ്ട് പോയി. ഇതൊക്കെ മാറി ഇടുന്ന വാച്ചുകളാണ്. ഇതൊക്കെ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന കാലത്തെ പ്രീ ഡിഗ്രി ആ സമയത്തെ വാച്ചുകളാണ്. 10ലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാച്ചുകളൊക്കെ പോയി. അതൊന്നും കണ്ടില്ല. ഇനി ഇതൊക്കെ ഇപ്പോൾ കയ്യിലുള്ളൂ. ഇത് ഞാൻ ഈ കുപ്പിവളകളോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒത്തിരി കുപ്പിവള വാങ്ങിക്കുമായിരുന്നു. ഇത് സ്കൂൾ സമയത്തെ കേട്ടോ. പ്രീ ഡിഗ്രിക്കൊക്കെ ചെല്ലുമ്പോൾ പിന്നെ ആ വളകളൊക്കെ കുപ്പിവള ഇടുന്നതൊക്കെ മാറ്റി. പക്ഷെ 10 വരെയൊക്കെ കുപ്പിവളകൾ ഇടുമായിരുന്നു. ഇതൊരു ബോക്സാണ്. കുറേയൊക്കെ പോയി കേട്ടോ. പിന്നെ അന്ന് സൂക്ഷിച്ച് വെച്ചിരുന്നതാണേ. ഇത്ര വർഷം മുന്നേ 97-98 വരെയൊക്കെ അന്ന് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ചീപ്പാണ്. അന്നത്തെ വളകളാണ്.
ഇന്നത്തെ ക്ലിപ്പാകണ്ടോ, ഇങ്ങനത്തെ ക്ലിപ്പുകളൊക്കെ ഇപ്പോൾ പിള്ളേരിടുവോ? എൻ്റെ കുപ്പിവളകൾ, എൻ്റെ വളകൾ, ഒത്തിരി വളകളുണ്ടായിരുന്നു അങ്ങ്. എല്ലാ കളറിലെയും കുപ്പിവള ഉണ്ടായിരുന്നു. അങ്ങ് പ്രാന്തായിരുന്നു കുപ്പിവളകളോട്. പക്ഷേ ഇപ്പോഴും എനിക്ക് ആ ഒരു ഇഷ്ടമുണ്ട് കുപ്പിവളകളോട്. പക്ഷെ നല്ല കുപ്പിവളയൊന്നും കിട്ടാറില്ല. അന്നത്തെ വളകളിലെ കുറച്ചത് ഡ്രസ്സിന് മാച്ച് ചെയ്യുന്നത് ഇടുന്ന സ്വഭാവം. ഇത് കുപ്പിവളയല്ല, ഇത് വേറൊരു ടൈപ്പ് വളയാണ്. പിന്നെ അത് ഇതേപോലത്തെ വളകൾ, കുപ്പിവളയാണ് മെയിൻ. അന്നും ഉണ്ട് ഇതുപോലത്തെ സാധനമൊക്കെ ഇപ്പോഴും കാണാറുണ്ട് മാർക്കറ്റിൽ, ലേഡീസ് സ്റ്റോറിലൊക്കെ പോകും ഇങ്ങനെ ചുരുട്ടിയിരുന്നത്. എല്ലാ പെൺപിള്ളേരുടെ കയ്യിലും ഉണ്ടാവും കേട്ടോ. ഇപ്പം എന്താ പറയുക, ഇപ്പം ഞങ്ങളെ ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഞങ്ങളുടെ ഏജിലുള്ളവരെയൊക്കെ മൂത്താമ്മച്ചി മുതുവമ്മച്ചി എന്നൊക്കെ വിളിച്ചാലും നിങ്ങളെക്കാളിലും ഒക്കെ സ്മാർട്ടായിരുന്നു ഞങ്ങൾ ഒരു കാലത്ത്, കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ. സത്യം പറഞ്ഞാൽ അടിച്ചു പൊളിച്ച് ജീവിച്ച, സന്തോഷമായിട്ട് ജീവിച്ച, മൊബൈലും ഒന്നും ഇല്ലാതിരുന്ന ഒരു കാലത്തെ ഞങ്ങളുടെ ജീവിതം അത് തന്നെയായിരുന്നു നല്ലതെന്ന് ഇപ്പോൾ എനിക്ക് തോന്നാറുണ്ട്. ഇന്നത്തെ കുട്ടികളെ ഇതേതാ മജന്തയോ, എൻ്റെ കറുത്ത വളകളെല്ലാം പോയി. കുറേ കയറും ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇത്രയും ബാക്കിയുള്ളൂ. ഇതൊക്കെ ഇങ്ങനെ എൻ്റെ ഓർമ്മയാണ് ഇതെല്ലാം. ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. എല്ലാവർക്കും സന്തോഷമാവുമെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് എൻ്റെ ഇതൊക്കെ കാണുമ്പോൾ, പഴയ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അടുത്ത് വെച്ചൊക്കെ ഈ ബോക്സായിരുന്നു. ഇതുപോലെ വേറൊരു സാധനങ്ങളുണ്ടായിരുന്നു, അത് പോയെന്ന് തോന്നുന്നു. കുറേ സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ ഇല്ലാതിരുന്ന സമയത്ത്, മസ്കറ്റിലായിരുന്ന സമയത്ത് എൻ്റെ കുറേ ആൽബങ്ങളും, ഒരു 2-3 ആൽബങ്ങളൊക്കെ എനിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അമ്മ എങ്ങനെ എടുത്ത് കളഞ്ഞതാണ്, അല്ല ആക്രിക്കും എടുത്ത് കൊടുത്താണോ എന്ന് എനിക്ക് സംശയമുണ്ട്. പിന്നെ ഇതൊക്കെ എൻ്റെ പുസ്തകങ്ങൾ, പഠിച്ച പുസ്തകങ്ങൾ. അയ്യോ പോയി. ഇത് ഡിഗ്രി ഫസ്റ്റ് ഇയറിൽ എഴുതിയ റെക്കോർഡാണ്. ഫസ്റ്റ് ടീച്ചറെയാന്ന് തോന്നുന്നു. ബികോം ഫസ്റ്റ് ഇയറിനെ വിളിച്ചപ്പോഴത്തെ ബികോം 2000 അല്ല ഫൈനൽ ഇയറിലെയാണ്. ഫൈനൽ ഇയർ പഠിച്ചു. ഇതൊക്കെ എന്നെ കുറേ കാർഡുകളുണ്ട്. എനിക്ക് ഒത്തിരി ക്രിസ്മസ് കാർഡുകൾ വരുമായിരുന്നു. ക്രിസ്മസ് കാർഡുകൾ, ബർത്ത്ഡേ വിഷസ് എനിക്ക് എത്ര വരുമായിരുന്നു അറിയാമോ? പോസ്റ്റലിൽ ഒത്തിരി ആൾക്കാർ അയക്കുമായിരുന്നു. എൻ്റെ കൂട്ടുകാരൊക്കെ എനിക്ക് അയക്കുമായിരുന്നു. അയക്കുന്ന കൂട്ടുകാർ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. ഇന്നൊന്നും ഇങ്ങനത്തെ സംഭവങ്ങളേ ഇല്ല, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇപ്പം കാണാൻ കൂടിയില്ല. ഒത്തിരി ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. അയ്യോ എല്ലാം നഷ്ടപ്പെട്ടു പോയി. അമ്മ എല്ലാം എങ്ങാണ്ട് എടുത്തൊക്കെ കളഞ്ഞു. ആക്രിക്കെല്ലാം പിറക്കി കൊടുത്തോ തീക്കാത്തെടുത്തിട്ടോ ആർക്കറിയാം. ശ്രീകുമാർ സാറിൻ്റെയാണ്. ഏതിൻ്റെ ആയിരുന്നു ഇത്? മാർക്കറ്റിംഗ് ആയിരുന്നു തോന്നുന്നു. മാർക്കറ്റിങ്ങിൻ്റെ റെക്കോർഡാണ് തോന്നുന്നു. ശ്രീകുമാർ. ഇതൊക്കെ നല്ല ഓർമ്മകളാണ്. റെക്കോർഡ് ബുക്കൊക്കെ എത്ര വർഷം പഴയത്. കുറച്ച് കോളേജ് മാഗസിൻസ് ഒക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം പോയി. പിന്നെ ഈ കാണുന്ന സാധനമാണ് ഒരു ചേട്ടൻ എനിക്ക് വിശാലമായിട്ട് എഴുതി തന്ന ലവ് ലെറ്ററാണ്. പാവം കുറേ കാലം നടന്ന, ഏതാണ്ടൊരു വേണിക്ക് പോലും അറിയത്തില്ല. ഞാനിപ്പോൾ പറയുമ്പോഴായിരിക്കും വേണി പോലും അറിയുന്നത്. ഒരു 3 വർഷക്കാലത്തോളം പുള്ളിക്കാരൻ നടന്നതാണ്. ഞാനന്ന് ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ അയാൾ ഫൈനൽ ഇയർ. ഇപ്പോൾ എവിടെയാണെന്ന് അറിയത്തില്ല, ഇപ്പോൾ UK എങ്ങാണ്ടാണ്, വിദേശത്തെങ്ങാണ്ട. ഒരു പാവ സാധുവായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാം, നമുക്ക് കടാക്ഷിക്കാൻ നിവർത്തിയില്ലായിരുന്നു. മനസ്സമാധാനമായിട്ട് പ്രണയിക്കാൻ പോലും ഉള്ളൊരവസരം ഇല്ലായിരുന്നു. വീട്ടുകാരത്ര സാധനമായിരുന്നു. അപ്പം ചുരുക്കി പറഞ്ഞാൽ എനിക്ക് തൻ്റെ ഇടം ഇല്ലായിരുന്നു എന്നാണ് അർത്ഥം. ഇനിയുണ്ട് ഇതിൻ്റെ അകത്ത് കുറേ ഓർമ്മകൾ. ഇതൊക്കെ പിന്നെ ഇതൊക്കെ MBA കാലത്തെ പുസ്തകങ്ങളാണ്. ERP
ഈ പണ്ടാര പേപ്പർ ഞാൻ പഠിക്കാൻ പാടുപെട്ടത്. ഓ എൻ്റെ ഭഗവാനെ, ജന്മത്തും മറക്കത്തില്ല. എന്തായിരുന്നു ഇത്രയും വൃത്തിയായിട്ട് ഒരു വിഷയം. പുല്ല് പഠിച്ച് ഒന്നും മനസ്സിലാവത്തില്ല. എന്താണോ എന്തോ. ഇ ആർ പി പഠിപ്പിച്ചൊരു ഈ സീന മിസ് എത്ര കഷ്ടപ്പെട്ട് എത്ര ഉറക്കളച്ചിരുന്ന് പഠിച്ച വിഷയങ്ങളൊക്കെയാണെന്നറിയോ. ഒരു MBA കൂട്ടത്തിൽ ഒരു MCOM. ഇതെന്താണെന്നറിയാവോ, ഞാൻ MBA കഴിഞ്ഞിട്ട് ആദ്യം ജോയിൻ ചെയ്ത് ICICI പ്രൊഡൻഷ്യലിൽ ലൈഫ് ഇൻഷുറൻസ്. ICICI പ്രൊഡൻഷ്യൽ ലൈഫ് ഇൻഷുറൻസിലെ അന്ന് യൂണിറ്റ് മാനേജറായിട്ടാണ് ഞാൻ ജോയിൻ ചെയ്തത്. പക്ഷേ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഞാൻ അവിടെ വർക്ക് ചെയ്തുള്ളൂ. ട്രെയിനിങ് ഞാൻ കംപ്ലീറ്റ് ചെയ്തില്ല. കാരണം ശരിയായില്ല, എന്തോ ഒരു കാരണം കൊണ്ട് എനിക്കവിടെ നിൽക്കാൻ പറ്റിയില്ല എന്നല്ല, പിണങ്ങിപ്പോന്നതാണ് എന്നാണ്. അന്നൊരു ജോലി വേണം. അങ്ങനെ ഒരാളുടെ കീഴിൽ വർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് പരിമിതികളുണ്ട്. നമ്മുടെ സബോർഡിനേറ്റിന് നമ്മളെപ്പോഴും അനുസരിച്ചേ പറ്റത്തുള്ളൂ. പക്ഷെ എപ്പോഴും സ്വതന്ത്ര ചിന്ത ഉണ്ടായിരുന്ന കാരണം, അങ്ങനെ ഒരു ചിന്താഗതിയായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്ന കാരണം നിന്ന് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അന്ന് ഞങ്ങളുടെ ട്രെയിനിങ് സമയത്ത് നമ്മൾ പഠിക്കണമല്ലോ, പ്രോഡക്റ്റ് എന്താണെന്ന് പഠിക്കണമല്ലോ, അതിനു വേണ്ടി തന്ന ബുക്കാണിത്. ഒത്തിരി പഠിക്കണം. കണ്ടോ എന്തുമാത്രം. ഒരു ഇൻഷുറൻസിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ പക്ഷേ സാലറി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല സാലറി, നല്ല പാക്കേജൊക്കെയാണ്. ഒരു യൂണിറ്റ് മാനേജർ എന്ന് പറയുമ്പം എപ്പോഴും നല്ല സാലറിയാണ്. ഈ പ്രത്യേകിച്ച് ഇൻഷുറൻസിൽ എപ്പോഴും നല്ല സാലറിയാണ്. ഇത് വർഷം ഏതാണെന്നറിയാവോ, 2006, ഇപ്പോഴെങ്ങും അല്ല, 2006 കാര്യമാണ് പറഞ്ഞത്. 2006 ഞാൻ MBA കഴിയുന്നത്. ആ വർഷത്തെയാണ് ഇത്. നമുക്ക് പെട്ടെന്നൊന്നും അങ്ങോട്ട് ഇതെല്ലാം നമ്മൾ ഒത്തിരി പഠിക്കാനുണ്ട്, ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ഇതെല്ലാം നമ്മൾ ട്രെയിനിങ് സമയത്ത് പഠിക്കേണ്ടതാണ്. ഇതൊക്കെ കോളേജ് മാഗസിൻസാണ്. ദർപ്പണം ഞങ്ങളുടെ കോളേജിലെ, അതായത് 2000 ഇലക്ഷൻ നടന്ന സമയത്ത് ABVPയുടെ ഒരു സീറ്റ് കിട്ടി. ഏക സീറ്റാണ്, മാഗസിൻ എഡിറ്റർ. അന്ന് ഡിഗ്രി സെക്കൻഡ് EC മാത്സിൽ ഒരു വിപിൻ കുമാർ V എന്ന് പറഞ്ഞിട്ട് ഒരാളായിരുന്നു മാഗസിൻ എഡിറ്റർ ABVPയുടെ. ബാക്കി എല്ലാം SFI തൂത്തുമായിരുന്നൊരു കോളേജ്. അവിടെ വിപിൻ മാഗസിൻ എഡിറ്ററായിട്ടിരുന്ന സമയത്തെ ABVPയുടെയാണ് ദർപ്പണം, കോളേജ് മാഗസിനാണ്. ഇപ്പോൾ വിപിനൊക്കെ ഇപ്പോൾ എവിടെയാണോ എന്തോ ഒന്നും അറിയില്ല. ഇതാണ് ആ മാഗസിൻ എഡിറ്റർ വിപിൻ കുമാർ V, മാത്സിൽ. ശൈലേഷ് അണ്ണനൊക്കെ പിന്നെ ഇപ്പോഴും എൻ്റെ ഫേസ്ബുക്കിലുണ്ട്. ശൈലേഷ് ചെയർമാൻ, അമൃതയായിരുന്നല്ലോ വൈസ് ചെയർമാൻ. അമൃതയെ കാണുന്നില്ല ഇതിനകത്ത്. അല്ല, ഇത് ബിനു ചെയർമാനായിട്ടുള്ള സമയത്തെ. ഇത് SFIയുടെ ജ്വാല. ശാരദക്കുട്ടി ടീച്ചർ ഇപ്പോൾ ഫേസ്ബുക്ക് എടുത്തു കഴിഞ്ഞാൽ പലയിടത്തും ടീച്ചറെ തെറിവിളിയാണ്. ഡോക്ടർ ശാരദക്കുട്ടി എത്ര സ്മാർട്ടായിരുന്നു, എത്ര സുന്ദരിയായിരുന്നു എൻ്റെ ടീച്ചർ. ഇത് മാഗസിൻ എഡിറ്റർ എൻ്റെ ക്ലാസ്മേറ്റ് തന്നെയായിരുന്നു, സുദർശൻ. ഇപ്പം സർക്കാർ ഉദ്യോഗസ്ഥനാണ്. ഇത് SFIയുടെ ജ്വാല. ഇതായിരുന്നു അലോഷ്യസ്.
ഇതൊക്കെ നല്ല ഓർമ്മകളാണ്, ഒരിക്കലും തിരിച്ചു കിട്ടാത്ത എവർഗ്രീൻ മെമ്മറീസാണ് ഇതൊക്കെ. പല ആൾക്കാരും ഇതുവരെ സൂക്ഷിക്കുന്നുണ്ടാവും. ഇത് പിന്നെ ഫൈനൽ ഡി സിയിലെ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്. ഇത് ആരാ പഠിപ്പിച്ച്? കോർപ്പറേറ്റ് അക്കൗണ്ടിങ് പഠിപ്പിച്ച് വാസമ്പിള്ള സാറ്. എത്ര വർഷമായെന്നറിയോ സാറുമാരെയൊക്കെ കണ്ടിട്ട്. അതിൽ രാജീവ് സാറും സുരേഷ് സാറും ഇന്ന് ജീവിച്ചിരിക്കില്ല. കോർപ്പറേറ്റ് അക്കൗണ്ടിങ് നമ്മൾ പഠിച്ച വിഷയത്തിൽ എല്ലാവരും ജോലിയിൽ കയറുമോ? ഇല്ല. നമുക്കൊന്ന് ഈശ്വരൻ നീ എന്ത് ചെയ്യണം, നീ ഏത് തൊഴിലെടുക്കണമെന്ന് നമ്മുടെ തലയിൽ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും അറിയാതെ നമ്മൾ എന്തൊക്കെയോ പഠിക്കും, അല്ലേ? പിന്നെ എൻ്റെ ഒരു പ്രധാനപ്പെട്ട ഹോബിയല്ല, എൻ്റെ ഇഷ്ടം, ഭ്രാന്തമായ ഇഷ്ടം ബുക്കുകളോടായിരുന്നു. ഇതുപോലെ എൻ്റെ കയ്യിൽ കുറേ ബുക്കുകളുണ്ട്. ലളിതാംബിക അന്തർജനത്തിൻ്റെയൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു വായിക്കാൻ. എന്തോരം ഇഷ്ടമായിരുന്നു അറിയാമോ? എൻ്റെ ബുക്കുകളൊക്കെ എവിടെയോ പോയി. ഞാൻ പറഞ്ഞില്ലേ, കുറേ സാധനങ്ങൾ ഞാനിങ്ങനെ സൂക്ഷിച്ച് വെച്ചിരുന്ന എൻ്റെ 2 ആൽബം കാണാനുണ്ട്. 2 ആൽബം എൻ്റെ കാണാൻ പോയി. അതിനകത്ത് കോളേജിൽ ടൂറൊക്കെ പോയപ്പോൾ എടുത്ത കുറേ ഫോട്ടോസുണ്ട്. ഒത്തിരി സാധനങ്ങൾ, എന്തൊക്കെയോ സാധനങ്ങൾ, എൻ്റെ ഏതൊക്കെയോ സാധനങ്ങൾ എവിടേക്കോ നഷ്ടമായിപ്പോയി. അതൊന്നും എനിക്ക് തിരിച്ചു കിട്ടിയിട്ടില്ല. അതൊക്കെ നഷ്ടങ്ങൾ തന്നെയാണ്. കഴിഞ്ഞ കാലം ഓർക്കാൻ മനസ്സിലുണ്ടെങ്കിലും അതിങ്ങനെ ഫോട്ടോയിട്ടൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം. ഉള്ളതൊക്കെ ഉള്ളൂ. എൻ്റെ ബുക്കുകളും വേറെ ബുക്കുമൊക്കെ പോയി. നഷ്ടപ്പെട്ട ഒന്നും തിരിച്ചു കിട്ടില്ല. പോയത് പോയി. വായനയോടുള്ളൊരിഷ്ടം ഒക്കെ ഇപ്പോൾ ഓർമ്മയായി. ഇപ്പം ഞാനിപ്പോൾ ഒന്നും വായിക്കുന്ന പോലില്ല. എനിക്കെന്താ പറ്റിയത്? ബുക്ക് കിട്ടാനിട്ടാണോ? അല്ല, അതിനുള്ള സമയം ഇല്ലാഞ്ഞിട്ടാണ്, അറിയില്ല. അതോ ഞാൻ സ്വയം മടിച്ച് പുറകോട്ട് പോകുന്നത്? അപ്പം അതും അറിയില്ല. എപ്പോഴെങ്കിലുമൊക്കെ തിരിച്ച് വരുമായിരിക്കും. ഇതെൻ്റെ 9ലും 10ലും ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് അച്ഛൻ കൊണ്ട് തന്നതായത്. ദുബൈയിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടു തന്ന ഓക്സ്ഫോർഡിൻ്റെ. ആലോചിച്ച് വെക്കണേ, വർഷമേ ഒത്തിരി പഴയതാ. അന്നത്തെ ഇൻസ്ട്രുമെൻറ്റ് ബോക്സാണ്. ഇതൊക്കെ ഞാനിങ്ങനെ സൂക്ഷിച്ച് വെക്കുമ്പോൾ കൊച്ചു പറയും, അമ്മയ്ക്ക് വേറെ പണിയൊന്നും ഇല്ലയോ? ചിലർ ചോദിക്കും വട്ടാണോ? ആരെന്ത് പറഞ്ഞാലും കുഴപ്പമില്ല. എനിക്കിപ്പോൾ വട്ടാന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. വേറെ പണിയൊന്നും ഇല്ലയെന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ ഇതിൻ്റെയൊക്കെ ഒരു മൂല്യം അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ഒരു വില എൻ്റെ മനസ്സിലുള്ളത്. അതൊക്കെ പറഞ്ഞാൽ വാക്കുകൾ കൊണ്ട് നമുക്ക് പറഞ്ഞെടുക്കാൻ പറ്റില്ല. വർഷങ്ങൾ കഴിയും തോറും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ, ആ ഓർമ്മകൾക്കൊക്കെ എന്ത് രസമാണെന്നറിയോ? അതിൻ്റെയൊക്കെ വാല്യൂ എന്താണെന്ന് എങ്ങനെ പറയാം?